റോളിംഗ് ആക്ഷൻ. നമസ്കാരം. അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കേരളത്തിൽ ചില കൂട്ടായ്മകളൊക്കെ ആദ്യം രൂപപ്പെട്ടു. ആ കൂട്ടായ്മകളുടെ ഒരു ഭാഗമായി ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞ് ആ വീഡിയോസൊക്കെ ചെയ്ത് പലതിനും റിസൾട്ട് ഉണ്ടാവുകയും ആ കൂട്ടായ്മയ്ക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിലയിലേക്കൊക്കെ അവർ വന്നു. കുറച്ചുകൂടി സ്വതന്ത്രമായി അവർ നിൽക്കുന്ന നിലയിലേക്ക് വന്നു. ഞാൻ എൻ്റെ ജോലി തിരക്കുകളും വീഡിയോ തിരക്കുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ മാറുകയും ചെയ്തു. എന്നാൽ അത്യാവശ്യം അവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇപ്പോൾ ഇന്നലെ മെയ് 1 വിമൻസ് എംപവറിംഗ് ഫോറം എന്നൊരു പുതിയ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിമൻസ് എംപവറിംഗ് ഫോറത്തിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചിരുന്നു. കാരണം നേരത്തെ ഉള്ള ഒരു പരിചയവും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള പരിചയമൊക്കെ വെച്ച് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ ഒരു പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു. സ്വാഭാവികമായും ഈ മേഖലയിൽ കുറേയധികം വീഡിയോകൾ ചെയ്യുകയും കുറേയധികം ഇടപെടലുകൾ നടത്തിയ വ്യക്തി എന്നുള്ള നിലയിൽ സ്വാഭാവികമാണ് എന്നെ വിളിക്കുക. അവർക്കുള്ള ധാർമ്മികമായൊരു പിന്തുണ കൊടുക്കണമെന്ന് അവകാശപ്പെട്ടു. പക്ഷേ അവർ സ്വതന്ത്രമായൊരു സംഘടനയാണ്, വളരെ സ്വതന്ത്രമായൊരു സംഘടനയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാരവാഹികൾ എന്നോട് പറഞ്ഞത് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഏത് സർവീസ് സംഘടനകളിൽ, അതായത് ഏത് യൂണിയനിൽ പ്രവർത്തിക്കും, ഇപ്പോൾ CITU, INTC, AITC, BMS, UTUC, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ അംഗനവാടി മേഖലയിലുമുണ്ട്. അതിലേതിൽ പ്രവർത്തിച്ചാലും അവർക്ക് ഇതിനകത്തേക്ക് വരാം. ഇതിലുള്ളവർക്ക് അതിലേക്ക് പങ്കെടുക്കാം. അതൊന്നൊരു വിഷയമല്ല. കാരണം രാഷ്ട്രീയത്തിനതീതമായി സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. പ്രധാനമായും അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷൻ പറ്റിയവരുടെയും കാര്യങ്ങളാണ് അഡ്രസ്സ് ചെയ്യുക. പിന്നെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു സ്ത്രീ സംഘടന എന്നുള്ള നിലയിൽ, സ്ത്രീകൾ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ കൂട്ടായ്മയിൽ രജിസ്റ്റർ ചെയ്തൊരു സംഘടന എന്നുള്ള നിലയിൽ മറ്റ് ആശാ വർക്കേഴ്സ്, സമൂഹത്തിലെ അശരണരായ സ്ത്രീകൾക്കെതിരെയുള്ള പൊതു അതിക്രമങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളിൽ അവർ പ്രതികരിക്കും. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അങ്ങനെ ഒരു വനിതാ കൂട്ടായ്മയായിട്ടാണ്. ഇതൊരു സർവീസ് സംഘടനയല്ല. ഇതൊരു പിന്നെ ഈ പറഞ്ഞ പോലെ ട്രേഡ് യൂണിയൻ സംഘടനയുമല്ല. ട്രേഡ് യൂണിയൻ സംഘടനയാണെങ്കിൽ അതിൻ്റെ ആക്ട് വേറെയാണ്, അതിൻ്റെ ചട്ടങ്ങൾ വേറെയാണ്. ഇത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘടനയാണ്. എന്നാൽ അംഗനവാടി വർക്കർമാരുടെ ഹെൽപ്പർമാരുടെ ഇനിഷ്യേറ്റീവിൽ വന്നതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളായിരിക്കും ഏറ്റവും പ്രധാനമായി നോക്കുന്നത്. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായി കൂട്ടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും സമീപിക്കുകയും ആവശ്യമായ മറ്റ് നിയമപരവും ധാർമ്മികവും വിവിധ രാഷ്ട്രീയവും പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ കൂടുതൽ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതുമാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ആ ഭാരവാഹികൾ എന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. എന്തായാലും ഇന്നലെ കൊല്ലം ചിന്നക്കടയ്ക്കടുത്തുള്ള തോപ്പിൽ സെൻറ്റ് സ്റ്റീഫൻ ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് മനോഹരമായ സംസ്ഥാന സമ്മേളനം, അവരുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടന്നു. അതിനകത്ത് അവർ സ്വാഗതം പറഞ്ഞത് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വിമൻസ് എംപവറിംഗ് ഫോറത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി ജുബൈദത്ത് ബീവിയാണ്. അതുപോലെ തന്നെ അത് ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി മീന ശൂരനാട്, അതായത് മുൻ റിട്ടയർഡ് CDPO ആണ്. അവർ ഒരു പ്രശസ്ത കവയത്രിയാണ്. പിന്നെ കൊല്ലം JJB മെമ്പറാണ്. അങ്ങനെ ഒരു കൊല്ലത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ടൊരു വനിതയാണ് ശ്രീമതി മീന ശൂരനാട്. പിന്നെ അതുപോലെ തന്നെ പ്രഭാഷണത്തിനായിട്ട് ജ്യോതി കൈതാരത്ത് മനുഷ്യാവകാശ പ്രവർത്തനം ഉണ്ടായിരുന്നു. BS ഷാജി റിട്ടയർഡ് എംപ്ലോയി എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്കർ ഉണ്ടായിരുന്നു. മുരളീധരൻ അഡ്വക്കേറ്റ് മുരളീധരൻ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മലബാർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ കൗൺസിൽ ശ്രീ ഷംസുദ്ദീൻ ഉണ്ടായിരുന്നു. ശ്രീ സുരേഷ് കുമാർ സ്റ്റേറ്റ് പ്രസിഡന്റ് മലബാർ നേച്ചർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ശ്രീ പ്രവീൺ തിരുമുറ്റത്ത് റേഡിയോ ബെൻസി അവതാരകൻ, അദ്ദേഹമാണ് സംവാദം നടത്തിയത്. റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീദേവിയാണ്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചത് മുംതാസ് ബീഗമാണ് ട്രഷറർ. അതുപോലെ തന്നെ മറ്റ് 2 പേര് കൂടി, റെജി, മനുഷ്യാവകാശ പ്രവർത്തകരെ റെജി, അബ്ദുൾ റഹീം എന്നിവരും പങ്കെടുത്തു, സംസാരിച്ചു. 1000-ലധികം പേർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 1000-ലധികം പേർ പങ്കെടുത്തിട്ടുള്ള വലിയ ഒരു സമ്മേളനമാണ് നടന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ വളരെ കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഞാൻ ഈ പറഞ്ഞ പോലെ അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ
പെൻഷൻകാർ എന്നിവരുടെ സേവന വേതന വ്യവസ്ഥകളിലും പൊതുവായ ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒരു വനിതാ കൂട്ടായ്മ എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള സമിതി പോലെ തന്നെ ജില്ലാ തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും സമിതികൾ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരു തലത്തിലേക്ക് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്. വേറൊന്നുമല്ല, ഒരു കൂട്ടായ്മ ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ട്രേഡ് യൂണിയനുകൾക്കോ എതിരായോ ആർക്കുമെതിരായി നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഈ രാജ്യത്ത് നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കി തരുന്നതിൽ സർക്കാരുകളുടെ നയങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലാളി സംഘടനകളുടെയും ജീവനക്കാരുടെ സംഘടനകളുടെയും വലിയ സമരവും ബഹളവുമൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടി ഫലമായിട്ട് തന്നെയാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വളരെ കൃത്യമായി ആ ഒരു നിലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷേ ഒരു പാർട്ടി അരാഷ്ട്രീയം എന്ന് പറയരുത്. രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ അത് അരാഷ്ട്രീയമാകരുത്. നിലവിലുള്ള സംഘടനകൾക്ക് ഭീഷണിയാവുകയോ അതിലുള്ള ആളുകളെ ഇങ്ങോട്ട് കുത്തിക്കൊണ്ടുവരാനോ ഇവിടെ നിന്നുള്ള ആളുകൾ അങ്ങോട്ട് കൊടുക്കാൻ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. കാരണം സർവീസ് സംഘടനകളും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സംഘടനകൾ അങ്ങനെ തുടരട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ഉള്ളൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാർ ഇപ്പോൾ മെയ് 4 കഴിയുമ്പോൾ പുതിയ സർക്കാർ വരും. LDF ആയാലും UDF ആയാലും പുതിയതാണ്. മെയ് 4 കഴിയുമ്പോൾ പുതിയ മന്ത്രിമാർ വരും. മുഖ്യമന്ത്രിയൊക്കെ തുല്യമാണെങ്കിലും നിയമപരമായി ഭരണഘടനാപരമായി പുതിയതാണല്ലോ. അപ്പോൾ അവരെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളെയും നിങ്ങൾ കാണണം. അങ്ങനെ എല്ലാവരെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാം ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് നേടാവുന്ന കാര്യങ്ങൾ നേടണം. പിന്നെ സമരം അല്ലെങ്കിൽ നിയമപരമായ കോടതിയിൽ പോക്ക് അതെല്ലാം സംഘടന ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞുമില്ല. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു തുടക്കം അവർ ഇന്നലെ കൊല്ലത്ത് ചെയ്തു എന്നറിയുന്നു. അത് വളരെ സന്തോഷം. തീർച്ചയായും അവർ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ ഇത് മറ്റൊരാളിനും ഉപദ്രവമുണ്ടാവാതെ മറ്റൊരാളെയും തകർക്കാനോ അങ്ങനെയൊന്നും പറ്റുന്നതുമല്ല. സംഘടിത ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തകർക്കാനൊന്നും ഒരു ചെറിയ സ്ത്രീ കൂട്ടായ്മ വിചാരിച്ച് കഴിയുകയുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടേതായ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നടക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കൂട്ടായ്മകൾക്ക് എന്തെങ്കിലും അഡീഷണലായി മറ്റുള്ളവർ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ അഡീഷണലായി ₹1 എന്തെങ്കിലും ഒരു സേവന വേതന വ്യവസ്ഥ മെച്ചപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. അത് നടക്കട്ടെ.